ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയെ നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുവാണോ? അതെന്തിനാ അമ്മയെ ഞങ്ങള് തടഞ്ഞു വെച്ചിരിക്കുന്നേ? അല്ല, അവിടെ നടക്കുന്നത് ഏട്ടന്റെ ബർത്ത്ഡേ ആണല്ലോ. അതിന് അമ്മ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമായിരിക്കും. ആരാ ജ്യോതി നിങ്ങള്? ജയാറിന് വേണമെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റോറിയത്തില് ഈ പാർട്ടി അറേഞ്ച് ചെയ്തൂടെ? ബിസിനസ്സിലുള്ള സകല സുഹൃത്തുക്കളെയും വിളിക്കാം. എന്നിട്ടും ആ വീട്ടിൽ, അതും അയാൾ ഇഷ്ടമില്ലാത്ത ആ വീട്ടിൽ. പാർട്ടി എങ്ങനെയായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇന്ന് അവിടെ എന്തോ സംഭവിക്കാനുണ്ട്. ജെആറിന്റെ വിചിത്ര സ്വഭാവം വെച്ച് പാർട്ടിക്കിടെ ഹരിയെയും സുജാതയൊക്കെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. വിപിൻ, കൊല്ലാൻ മടിയില്ലാത്തവനാ ജീവൻ. അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ പാർട്ടി അറ്റൻഡ് ചെയ്തതിന്റെ പേരില് നമ്മളും പുറകെ തൂങ്ങേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലേ ഒഴിഞ്ഞു മാറാൻ എനിക്കറിയാം. ഞാനൊരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് പോവാം. ചിരി പറ്റിയ കുറെ മുഖങ്ങള് കാണാലോ. ജീവിതം പഠിപ്പിച്ച് സുജാതയുടെ അവസ്ഥ ഇങ്ങനെയായി. ഇന്ന് രാത്രി കേക്ക് കട്ട് ചെയ്യുമ്പോ ആരുടെയെങ്കിലും കഴുത്തിലേക്ക് ആ കത്തി നീളും. ഒരുപക്ഷെ നിത്യ, അല്ലെങ്കിൽ ഹരി, അതല്ല സുജാത ആന്റി ആയാലും അത്ഭുതപ്പെടണ്ട. കാരണം ഇതൊരു ജെആർ ഷോയാ. അപ്രതീക്ഷിതമായത് മാത്രം സംഭവിക്കുന്ന ജെആർ ഷോ. അതെ, നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തൂല്ലോ അല്ലേ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇവിടെ വെച്ചല്ലേ ഫംഗ്ഷൻ. ഓക്കെ ഓക്കെ. എന്നാ നമുക്ക് വന്നിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. என்ன சார் இதெல்லாம்? உங்களால எப்படி சார் இதெல்லாம்? ശരവണ, ആളുകൾ വന്നു തുടങ്ങുന്ന ഈ കാണുന്നില്ലേ? അതിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. സാർ, അമ്മ എങ്കയല്ലേ? അവരോട് നീങ്ക പേസലേ? ശരവണ, ജീവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. സുജാതയ്ക്ക് അതിൽ താല്പര്യമില്ല. അത്രയല്ലേ ഉള്ളൂ. സാർ, ഇതൊന്നും വേണ്ട സാർ. സാർ, நீங்க அம்மாவை விളിച്ച് இதுக்கு முன்னாடியே பழகிருந்த மாதிரி பழகினுங்க சார். എന്നാൽ ഇതൊന്നും താങ്ക മുടിയില്ല. നിനക്കത്ര കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിച്ചാൽ മതി. അല്ലാതെ നിന്റെ അഭിപ്രായം ഒന്നും ഇവിടെ വേണ്ട. മനസ്സിലായോ? ഹലോ രവീന്ദ്രൻ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി? കുറച്ച്. താങ്ക് യു ഫോർ കമ്മിങ്. ഇത് വൈഫ്, ഇത് മോൾ. സുഖായിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു. അപ്പൊ അകത്തേക്ക് ഇരുന്നു. കുറച്ച് ആളൂടെ എത്താൻ. ശരി രഘു. ഓക്കെ, നിങ്ങൾ വാ. ശരി. അച്ഛാ, മോളെ. അല്ല, മനു വന്നില്ലേ മോളെ? മനു ഇങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞു. ഓ, ഞാൻ നേരത്തെ ഇങ്ങ് പോന്നതാ. അത് നന്നായി. അച്ഛാ, മനുവിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഏട്ടൻ തന്ന പണം അടച്ചു. അത് ഞാൻ അറിഞ്ഞു. ഏട്ടൻ എത്ര സ്നേഹമായിട്ട് പെരുമാറുന്നേ. അച്ഛനത് തിരിച്ചറിയാൻ പറ്റിയതുകൊണ്ടല്ലേ അച്ഛൻ ഏട്ടന്റെ കമ്പനിയിലേക്ക് ചെന്നത്. അമ്മയ്ക്ക് എന്താ ഇതൊന്നും മനസ്സിലാവാത്തെ?
എല്ലാം പതുക്കെ ശരിയാവും. അമ്മയും ഒടുവിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊള്ളും. അമ്മ എവിടെ? ഇവിടെയില്ല, ഹരിയുടെ അടുത്താണ്. ഏട്ടന്റെ ബർത്ത്ഡേക്ക് ഇവിടെ ആളുകൾ വരുമ്പോ അമ്മയില്ലാതെ എങ്ങനെ ശരിയാവുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അങ്ങനെ ഒരു ഇഷ്ടം വേണ്ട. ഞാൻ പോയി അമ്മയെ വിളിച്ചോണ്ട് വരാം. നീ അവിടെ ചെന്നിട്ട് അമ്മയോട് ബേളം വെക്കാനൊന്നും നിൽക്കണ്ട. അമ്മയ്ക്ക് കുറെ ആദർശങ്ങളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറെ ആളുകളും ഉണ്ട്. അതൊക്കെ വിട്ട് അമ്മയെ കൊണ്ട് ചിന്തിക്കാനും പറ്റില്ല. അമ്മയുടെ കണക്കിൽ അമ്മ മാത്രമോ ശരി, ബാക്കി എല്ലാരും ചെയ്യുന്നത് തെറ്റാ. ആയിക്കോട്ടെ, മോളി ചെല്ല്. നിനക്ക് അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വാ. അമ്മേ, 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 ജ്യോതി, അമ്മേ. ജ്യോതി, ജ്യോതി എപ്പോഴാ വന്നേ? ഞാൻ വന്നത് എപ്പോഴെങ്കിലും ആവട്ടെ. അമ്മ എവിടെ? അമ്മ കുറച്ചേരം കിടക്കണമെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ കിടക്കണമെന്ന് നിർബന്ധിച്ചിരിക്കും. അമ്മയെ നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുവാണോ? അതെന്തിനാ അമ്മയെ ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നേ? അല്ല, അവിടെ നടക്കുന്നത് ഏട്ടന്റെ ബർത്ത്ഡേ ആണല്ലോ. അതിന് അമ്മ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമായിരിക്കും. ആരാ ജ്യോതി നിങ്ങള്? സുജാത ആന്റിക്ക് മോന്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം, ഇല്ലെങ്കിൽ പങ്കെടുക്കാതെ ഇരിക്കാം. അതൊക്കെ സുജാത ആന്റിയുടെ ഇഷ്ടം. പക്ഷേ ഇവിടെ വന്ന് സംസാരിക്കുമ്പോ ഈ വൈരാഗ്യം കാണിക്കണമെന്ന് നിന്റെ ചേട്ടൻ നിന്നെ പറഞ്ഞ് ഏൽപ്പിച്ചോ? ആരും പറഞ്ഞു തരാതെ തന്നെ ഓരോരുത്തരുടെ സ്വഭാവം എനിക്ക് അറിയാം ഹരിയേട്ടാ. അയ്യോ, ഡാഡി ജ്യോതിയാ? ഡാഡി, ഓ, ജ്യോതി ഇപ്പോ ജയാറിനെ വല്ലാണ്ട് അങ്ങോട്ട് ന്യായീകരിക്കുന്നുണ്ടാവേ. അതിനുള്ള ഉപകാരം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ? പ്രശ്നങ്ങളിൽ നിന്നും കൈ കൊടുത്ത് കരകയറ്റുന്നതാണ് ദൈവം. അത് വെച്ച് നോക്കുമ്പോ ഞാനിപ്പം ദൈവ ഇല്ലോടാ. എന്റെ ഏട്ടൻ എനിക്ക് ദൈവം. അതല്ലേ ഞാനും പറഞ്ഞത്. മനുവിനെ വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ചു. ഓ, എന്നെ രക്ഷപ്പെടുത്താൻ വേറെ വഴിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അത് മുടക്കിയതും ഹരിയേട്ടന്റെ കാര്യങ്ങൾ പറഞ്ഞ. നിന്റെ കാര്യം പറഞ്ഞ ഒന്ന് മതിയാക്ക് ജ്യോതി. ഹരി അർഹതയില്ലാത്തതൊന്നിനും കൈ നീട്ടിയിട്ടില്ല ആരുടെ ഇതുവരെ. പാലക്കാടത്തെ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ നിർബന്ധമായിരുന്നു. ഞങ്ങൾ ആരും അമ്മയോട് മധുര നൊമ്പരക്കാറ്റ്